ബാബരി മസ്ജിദ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്തായിരുന്നു സാറിൻ്റെ അന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്? പ്രാദേശിക പോലീസാണ് അവിടെ അന്ന് ബാബറി മസ്ജിദിന് ചുറ്റും അന്ന് കാവലുണ്ടായിരുന്നത്. ഞാനന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, അയോധ്യ എന്ന് പറയുന്ന ഒരു ചെറു നഗരത്തിന് ഉൾക്കൊള്ളാവുന്നതിലധികം ജനങ്ങൾ അവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വളരെയധികം സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ ദർശിക്കുവാനായിട്ട്. നിങ്ങൾ ശിലാന്യാസം നടത്തി അയോധ്യയിൽ നിന്നും തിരികെ പോകണമെന്നും ബാബറി മസ്ജിദ് തകർക്കരുതെന്നും അന്ന് അവിടെ അനൗൺസ്മെന്റ് ചെയ്തൊരു കാര്യമാണ്. മുൻകൂട്ടി നിശ്ചയിച്ചതായിരുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബാബരി മസ്ജിദ് തകർക്കുക എന്നുള്ളത്. ഇത് തകർക്കുമ്പോൾ എന്ന് വെച്ചാൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു മുഗൾ വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മിനാര, അവിടെ 3 മിനാരങ്ങളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3 മിനാരങ്ങളുണ്ടായിരുന്നു. ബിൽഡിങ് വീണ ഉടനെ തന്നെ അതിൻ്റെ ഇടയിൽപ്പെട്ട് കുറച്ചധികം പേര് മരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. പട്ടാളക്കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സുബൈദാർ മേയർ സാലി KS ആണ്. സാർ നമസ്തേ. നമസ്കാരം. സാർ, ഈ പട്ടാളക്കാരൻ പറയുമ്പോൾ തന്നെ ഒരു അഭിമാനമാണ് എല്ലാവർക്കും. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് എപ്പോഴും ഒരു പ്രൗഡാണ് ഒരു ആർമി മാൻ എന്ന് പറയുമ്പോൾ തന്നെ. ഇപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള പല വിഷയങ്ങളുമുണ്ട്. അതിലൊന്നാണ് ബാബരി മസ്ജിദ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്തായിരുന്നു സാറിൻ്റെ അന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്? എൻ്റെ പേര് സുബേദാർ മേജർ സലി KS. 31 വർഷം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരു സൈനികനാണ് ഞാൻ. എൻ്റെ സൈനിക സേവനത്തിൻ്റെ നാളുകളെന്ന് പറഞ്ഞാൽ 1991 ഏപ്രിൽ തുടങ്ങി 2021 മെയ് അവസാനം വരെയുള്ള കാലഘട്ടങ്ങൾ. അതായത് ഏകദേശം 31 വർഷത്തോളം നീണ്ട സർവീസ് ലൈഫാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത്. ഈ 31 വർഷങ്ങൾ എന്ന് പറയുന്നത് 1991 തുടങ്ങി 2021 വരെയുള്ള കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് തന്നെയല്ല, ലോകത്തെ സംബന്ധിച്ചും വളരെ പ്രകമ്പനങ്ങളല്ലെന്നുണ്ടെങ്കിൽ സംഭവബഹുലമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു ഇത്. ഞാൻ സൈന്യത്തിൽ ചേരുന്നത് തന്നെ ഇറാഖ് അമേരിക്ക യുദ്ധം അവസാനിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. 91 ആ കാലഘട്ടത്തിലാണ് ഞാൻ ഇന്ത്യൻ സൈന്യത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്യുന്നത് ലക്നൗ ആണ്. ലക്നൗ എന്ന് പറയുന്നത് അവധ് നഗരി എന്ന് പറയുന്ന ഷിയ രാജവംശത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള ഭരണകൂട സ്ഥിരാകേന്ദ്രമാണ് ലക്നൗ. അവധിന് ചരിത്രപരമായിട്ട് ഒരുപിടി സംഗതികളുണ്ട്. അവധ് എന്ന് പറയുന്ന അവധിനോടനുബന്ധിച്ചാണ് നമ്മളുടെ അയോധ്യ തൊട്ടുരുമ്മിക്കൊണ്ട് നിൽക്കുന്ന, ഫൈസാബാദ് ജില്ലയിലുള്ള അയോധ്യയെ തൊട്ടുരുമ്മിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ലക്നൗ. അപ്പോൾ ഈ അവധ് സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവധ് എന്ന് പറയുന്നത് എന്നും സ്ത്രീകളുടെ കണ്ണീര് വീണ ഒരു നഗരം കൂടിയാണ്. സ്ത്രീകളുടെ കണ്ണീര് വീണ ഒരു നഗരമാണ്. അതിൽ ചരിത്രത്താളുകളിലൂടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്നൗ എന്ന് പറയുന്നത് ലക്ഷ്മണൻ്റെ ഭാര്യ, അതായത് ലക്ഷ്മണന് സമ്മാനം കൊടുത്ത ലക്ഷ്മൺപുരി എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ലോപിച്ച് ലക്നൗ ആയി പരിണമിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് അയോധ്യ. അവിടെ സീതയുടെ കണ്ണീര്, ഇവിടെ ലക്ഷ്മണൻ്റെ ഭാര്യയുടെ കണ്ണീര്. ചരിത്രം വീണ്ടും സഞ്ചരിച്ച് മുമ്പോട്ട് പോയപ്പോൾ ഉമ്രാവു ജാൻ എന്ന് പറയുന്ന ഒരു നർത്തകി, ലക്നൗവിലെ കോത്തകൾ എന്ന് പറയുന്ന നിശാ ക്ലബ്ബുകളിൽ നൃത്തം ചെയ്തിരുന്ന ഉമ്രാവു ജാനിൻ്റെ ആ കഥ. ഉമ്രാവു ജാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമ്പന്ന പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയായിരുന്നു ഉമ്രാവു ജാൻ. ആ ഉമ്രാവു ജാൻ ഒരിക്കൽ ഈ ലക്നൗവിലെ ചുവന്ന തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഉമ്രാവു ജാനിൻ്റെ സിനിമ തന്നെ പണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള സിനിമയാണ് ഉമ്രാവു ജാൻ ആദ. ഇതിൽ
ആ സിനിമയുടെ ഓളങ്ങൾ അങ്ങ് പാകിസ്ഥാനിൽ വരെ അലയടിച്ച്, അങ്ങനെ അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം, അതായത് അവധ്. ആ അവധിലേക്ക് ഞാൻ സർവീസിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം മാറി മറിഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ ഈ ഒരു സാംസ്കാരിക നഗരി. ഈ സാംസ്കാരിക നഗരി എന്ന് പറയുന്നത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ് ലക്നൗ. അവിടെ ഷിയ സുന്നി കലാപങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഈ ലക്നൗ പൊതുവേ ഒരു ശാന്തമായിട്ടുള്ള ഒരു നഗരിയായിരുന്നു. പക്ഷേ 1991 ഞാൻ അവിടെ സർവീസിൽ ജോയിൻ ചെയ്ത കാലഘട്ടത്തിൽ തന്നെ എങ്ങും ശ്രീരാമൻ്റെ കട്ടൗട്ടുകൾ ഉയർന്നു പൊങ്ങിയിരുന്നു. ശാന്തപുരുഷനായിട്ടുള്ള ശ്രീരാമൻ, മര്യാദാപുരുഷനായിട്ടുള്ള ശ്രീരാമൻ ശ്രീരാമായി മാറിയിരിക്കുന്നൊരു കാഴ്ചയാണ് അവിടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് ഞാനെല്ലാം ആർമിയിൽ ചേർന്ന് ഞങ്ങളുടെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നാട്ടിലേക്ക് 1992 ഡിസംബറിൽ ഞങ്ങൾ ലീവിന് നാട്ടിലേക്ക് വരുവാനായിട്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ സമയത്താണ് ഞങ്ങൾക്കെല്ലാം ഓർഡർ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ സെക്യൂരിറ്റി IS ഡ്യൂട്ടിക്ക് പോകണമെന്ന്. IS ഡ്യൂട്ടി എന്ന ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഡ്യൂട്ടി. അത് ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തോ ഒരു പെർട്ടിക്കുലർ പ്രദേശത്തോ ഏതെങ്കിലും രീതിയിലുള്ള കലാപങ്ങളോ ഡിസാസ്റ്ററോ സംഭവിക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ ഭരണകൂടത്തിൻ്റെ ഓർഡർ അനുസരിച്ച് പട്ടാളത്തിന് മൂവ് ചെയ്യേണ്ട അവസ്ഥയാണ് IS ഡ്യൂട്ടി. അപ്പോൾ ഈ IS ഡ്യൂട്ടിയിൽ എനിക്കന്ന് ഞങ്ങളെ ഡിപ്ലോയ് ചെയ്തത് ഈ ലക്നൗ നഗരത്തിലാണ്. അതായത് അയോധ്യയിൽ നിന്നും കുറച്ചധികം കിലോമീറ്ററുകൾക്ക് ദൂരെ. അയോധ്യയിൽ നിന്ന് കാവലുണ്ടായിരുന്നത് ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് സമുച്ചയങ്ങളുടെ അവിടെ കാവലുണ്ടായിരുന്നത് UP പോലീസ്, UPയിലെ PSC, പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റിബുലറി എന്ന ഒരു പ്രാദേശിക പോലീസാണ് അവിടെ അന്ന് ബാബറി മസ്ജിദിന് ചുറ്റും അന്ന് കാവലുണ്ടായിരുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, അയോധ്യ എന്ന് പറയുന്ന ഒരു ചെറു നഗരത്തിന് ഉൾക്കൊള്ളാവുന്നതിലധികം ജനങ്ങൾ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ്. അതായത് കർഷകരായിട്ടുള്ള ആളുകൾ ഓരോ ഇഷ്ടികക്കല്ലുമായി രാമശിലകളുമായി ആ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ ഒരു ചെറുപട്ടണത്തിന് ഉൾക്കൊള്ളുവാൻ ഇത്രയും ജനങ്ങളെ സാധിക്കും എന്ന ഒരു ഇതവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഫൈസാബാദിലെ MP എന്ന് പറയുന്നത് CPI, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MP ആയിരുന്നു അന്ന് ഫൈസാബാദിനെ പ്രതിനിധീകരിച്ചിരുന്നത്. പക്ഷേ അവിടെ ഫൈസാബാദ് ജില്ലയിലുള്ള ഹിന്ദുക്കളാരും തന്നെ വർഗീയവാദികളായിരുന്നില്ല. അവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വളരെയധികം സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ ദർശിക്കുവാനായിട്ട് സാധിച്ചത്. ഈ 1992 ഡിസംബർ 6 രാവിലെ അവിടുത്തെ ലോക്കൽ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ കർഷക നടത്തുവാനായി അവിടെ ക്ഷണിച്ച് വരുത്തിയ ഈ BJPയുടെ അല്ലെന്നുണ്ടെങ്കിൽ സംഘപരിവാറിൻ്റെ ഉന്നതമായിട്ടുള്ള നേതാക്കൾക്ക് കൺട്രോൾ ചെയ്യുവാനാവാത്ത വിധം അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ സംജാതമായത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ സംജാതമാകുമ്പോൾ അവിടെ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമെന്ന് അന്ന് അവിടെ സന്നിഹിതരായിരുന്നു. അന്ന് LK അദ്വാനി, ഉമാഭാരതി, മുരളി മനോഹർ ജോഷി എന്നീ BJPയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ അന്ന് അയോധ്യയിൽ തമ്പടിച്ചിരുന്നു. അപ്പോൾ തങ്ങളെ കൊണ്ട് ഈ പ്രശ്നം കൺട്രോളിലാകത്തില്ല, ഇത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തങ്ങളുടെ മാത്രം തലയിലാകുമെന്നുള്ള ആ ഭയപ്പാടിൽ അവർ സ്വയം അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്തത്. എല്ലാ ഭാഷകളിലും അന്ന് അയോധ്യയിൽ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യപ്പെട്ട് നിങ്ങൾ ശിലാന്യാസം നടത്തി അയോധ്യയിൽ നിന്നും തിരികെ പോകണമെന്ന്, ബാബറി മസ്ജിദ് തകർക്കരുതെന്നും അന്ന് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഈ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം അതിനൊരിക്കലും കുടത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് അദ്വാനിക്കോ ഉമാഭാരതിക്കോ മുരളി മനോഹർ ജോഷിക്കോ മറ്റ് നേതാക്കൾക്കോ ഭരണകൂടത്തിനോ ഒന്നും തന്നെ കഴിയാൻ സാധിക്കാത്തൊരവസ്ഥ അവിടെ സംജാതമായി. ഇതിനകത്ത് ഒരു വിഷയമെന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചതായിരുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബാബരി മസ്ജിദ് തകർക്കുക എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെയാണോ അത് തകർത്തത്? അതേ പറ്റി എനിക്ക് കാര്യമായിട്ടുള്ള ധാരണകളില്ല. ഞാൻ അന്നത്തെ അവിടുത്തെ സിറ്റുവേഷൻ മാത്രമേ നമ്മൾക്ക് ഇതുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ സിറ്റുവേഷനെ കണ്ടുകൊണ്ട് ആ സിറ്റുവേഷനെ അഭിമുഖീകരിച്ചൊരു വ്യക്തി എന്ന നിലയിലാണ്
ഞാൻ പറയുന്നത്. മുൻകൂട്ടി ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ ഉണ്ടായിരുന്നോ, തകർക്കാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഒരു അതോറിറ്റി ഇല്ലാതെ എനിക്ക് പറയാൻ സാധിക്കത്തില്ലല്ലോ. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ച ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമ്മളൊരു അതോറിറ്റി ഇല്ലാണ്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ ഈ വന്ന കർഷകർ ഈ ബാബറി മസ്ജിദ് തകർക്കുകയാണ് ചെയ്തത്. ബാബറി മസ്ജിദ് തകർത്ത്, ഇത് തകർക്കുമ്പോൾ എന്ന് വെച്ചാൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു മുഗൾ വാസ്തുവിദ്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മിനാര, അവിടെ 3 മിനാരങ്ങളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3 മിനാരങ്ങളുണ്ടായിരുന്നു, അതിഭയങ്കരമായിട്ടുള്ള മിനാരങ്ങളാണ് ബാബറി മസ്ജിദിൻ്റെ. ഈ മിനാരങ്ങളുടെ മുകളിൽ കയറിയ ഈ കർഷകരിൽ പലരും ഈ ബിൽഡിങ് വീണ ഉടനെ തന്നെ അതിൻ്റെ ഇടയിൽപ്പെട്ട് കുറച്ചധികം പേര് മരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് തകർത്തതിന് ശേഷം അവിടെ നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ വന്ന കർഷകരിൽ എല്ലാവരും തന്നെ ഈ തകർത്ത ബാബറി മസ്ജിദിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ട് ദൂരേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങളെല്ലാം ദർശിച്ചത്. എന്ന് വെച്ചാൽ ബാബറി മസ്ജിദിൻ്റെ യാതൊരു അവശിഷ്ടങ്ങളും അവിടെ ഒരു തിരിശേഷിപ്പും അവിടെ അവശേഷിക്കാത്ത രീതിയിൽ അതെല്ലാം എടുത്തുകൊണ്ട് നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ കാണുന്നത്. അന്നേ ദിവസം തന്നെ അപ്പോൾ അവിടെ ഭരിച്ചിരുന്നത് കല്യാൺ സിംഗാണെന്ന് മുഖ്യമന്ത്രി. അപ്പം ഞങ്ങളെല്ലാം വിധാൻ മാർഗിലെല്ലാം ഡ്യൂട്ടിയിലാണ്. പക്ഷെ അവിടെ നിന്നും ആ സമയത്ത് ഒരു കലാപത്തിൻ്റെ സാധ്യതകളൊന്നും കണ്ടിരുന്നില്ല. ഈ വന്ന ഈ കർഷകരെല്ലാം ഈ കർഷകം നടത്തി, അതായത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട് ഭാരതത്തിൻ്റെ ആ മതേതരത്വം തായ്വേരോടുകൂടി അറുക്കപ്പെട്ട് ഞങ്ങൾ സൈനികരെ സംബന്ധിച്ചും രാഷ്ട്രത്തെ സംബന്ധിച്ചും വളരെയധികം വേദനകളുണ്ടാക്കിയ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ രാമജന്മഭൂമി, അവിടെ രാമൻ്റെ ക്ഷേത്രം വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് കരുതി ഒരു ആരാധനാലയം തകർത്തുകൊണ്ട് അതിനെ നടപ്പാക്കുന്ന രീതിയോട് മറ്റുള്ളവർക്കുള്ള വിയോജിപ്പ് കൂട്ടുള്ള ഒരു വിയോജിപ്പാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഈ കർഷകർ അവിടെ നിന്നും അവശിഷ്ടങ്ങളോടുകൂടി നടന്നു നീങ്ങുകയും അതിനോടനുബന്ധിച്ച് ലക്നൗവിലെ പുരാന ലക്നൗ എന്ന് പറയുന്ന അമീനാബാദ്, ഹസ്രത്ഗഞ്ച് ആ ഏരിയകളിൽ മുസ്ലിം മെജോറിറ്റി മേഖലകളിലും ഹിന്ദു മെജോറിറ്റി മേഖലകളിലും ലക്നൗവിലെല്ലാം കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് ഇത്. ആ കലാപം അതിഭീകരമായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം ലക്നൗ നഗരം നിന്ന് കത്തി. ഇന്നും നമ്മൾക്ക് ആ ലക്നൗവിലെ ചില ഏരിയകളിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു കലാപം എത്രത്തോളം ഒരു ജനസംസ്കാരത്തെ പിടിച്ചുലയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനോടനുബന്ധിച്ചാണ് ഞാൻ എൻ്റെ ഒരു കവിത തന്നെ എഴുതുന്നത്. ഈ ബൂട്ടുകൾ കലാപാഗ്നിയിൽ ഒരു ബൂട്ടുകൾ എങ്ങനെ ശബ്ദിക്കുന്നു എന്നുള്ള ഒരിത്, ആ ഒരു കവിത തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കവിതയിലൊരു പട്ടാളക്കാരൻ്റെ മനോവേദനകളാണ്. ആ കമാൻഡർ ആ കലാപഭൂമിയിലൂടെ ഇങ്ങനെ ഫ്ലാഗ് മാർച്ച് എന്ന് പറയുന്ന കവിതയിൽ ഞാൻ എഴുതിയിരിക്കുന്ന ആ കലാപാഗ്നിയിലൂടെ ഒരു പട്ടാള റെജിമെൻറ്റ് മാർച്ച് ചെയ്യുമ്പോൾ ആ പട്ടാളക്കാരൻ സ്വയം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇന്നലെ ജീവനുള്ള മനുഷ്യർക്ക് വേണ്ടി ഇന്നലെ എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ഫ്ലാഗ് മാർച്ച് ചെയ്യപ്പെട്ടില്ല, ബൂട്ടുകൾ മാർച്ച് എന്തുകൊണ്ട് ചെയ്യപ്പെട്ടില്ല എന്ന് വെച്ചാൽ വേണ്ടിടത്ത് വേണ്ട രീതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അന്നത്തെ നമ്മളെ ഭരണകൂടങ്ങൾ ഒരിക്കലും ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല, അവരെക്കുറിച്ച് ദോഷം പറയാനുള്ള അവകാശമില്ല. പക്ഷേ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് അവിടെ സെക്യൂരിറ്റി ഫോഴ്സിനെ വിന്യസിച്ചിരുന്നു എങ്കിൽ, സെൻട്രൽ ഫോഴ്സിനെ വിന്യസിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ സംജാതമാകുമായിരുന്നില്ല. അതിനോടനുബന്ധിച്ച ഈ കലാപങ്ങൾ നടക്കുമായിരുന്നില്ല. എന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള കലാപങ്ങളിൽ എപ്പോഴും അറിയാമല്ലോ, കുട്ടികളും പിഞ്ചു കുഞ്ഞുങ്ങളുമാണ്, സ്ത്രീകളുമാണ് എപ്പോഴും കലാപത്തിയിൽ വെന്തുരുകുന്നത്. അതിനോടനുബന്ധിച്ചാണ് ബോംബെ കലാപവും, ഞാൻ ലക്നൗവിലുള്ളപ്പോൾ തന്നെയാണ് ബോംബെ കലാപവും അരങ്ങേറുന്നത്. അത് ഇന്ത്യയുടെ എന്ന് വെച്ചാൽ ഇന്ത്യ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 2-3 യുദ്ധങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യമായിട്ടുള്ള കലാപങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു ഇന്ത്യയിൽ. 2-3 യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ആ യുദ്ധത്തിൽ ബംഗ്ലാദേശ് യുദ്ധമെല്ലാമാണ് വളരെ ഒരു സംഘടനാത്മകമായിട്ടുള്ള യുദ്ധത്തിലേട്ടെല്ലാം മാറിയത്. പക്ഷേ ഈ 1991-92 കാലഘട്ടം വരുമ്പോൾ ലോകത്തിൻ്റെ തന്നെ പ്രതിച്ഛായ മാറുന്ന ഈ കാലഘട്ടം,
ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിലും ഈ ഒരു സംഭവവികാസം നടക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്തിൽ പിടിമുറക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലും ഈ സംഘപരിവാർ അതായത് ഹിന്ദു വർഗീയതയും പിടിമുറക്കിയിരുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ബാബറി മസ്ജിദ് കലാപത്തോടു കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.